എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്നും നിങ്ങൾക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് നിങ്ങൾ എവിടെയെല്ലാം ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് ഗോഡ് തരുന്നുണ്ട്, ദൈവം തരുന്നുണ്ട്. എന്നാൽ ഈ ബ്ലെസ്സിങ്സിനെല്ലാം നമ്മൾ ദൈവത്തോടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്, നന്ദി പറയണം എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിനോട് തന്നെ. കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. ചില ആളുകൾ കഠിനമായ നിരീശ്വരവാദികളായിരിക്കും എന്നുള്ളതാണ്. അവർ പറയുന്നത് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവർ നല്ലവണ്ണം കരിയർ ബിൽഡപ്പ് ചെയ്തു, ജോലി ലഭിച്ചു, നല്ല ഫാമിലി പടുത്തുയർത്തി, വിവാഹിതരായി, കുഞ്ഞുങ്ങളുണ്ടായി എന്നെല്ലാമാണ് പറയുന്നത്. പക്ഷെ അവിടെയെല്ലാം അദൃശ്യമായൊരു ശക്തി നിങ്ങളെ താങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ദൈവം അറിയാത്തൊരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം അസ്തമിക്കുന്നതിന് മുമ്പോ നിങ്ങളുടെ ബെഡിലേക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ്, ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക എന്നുള്ളതാണ്. ദൈവമേ, നീ എനിക്കിത് തന്നുവല്ലോ, അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയുക എന്നുള്ളതാണ്. ആ ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട്, ഏത് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു ആ ദൈവത്തിൻ്റെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ആദിമകാലം തൊട്ട് മനുഷ്യൻ വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്, എപ്പോഴും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാത്തപ്പോഴും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്തി ദൈവത്തിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോപം എന്ന് പറയുന്നത്. മനുഷ്യരുടെ കോപമല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യരുടെ ആങ്കർ അല്ല, ദൈവത്തിൻ്റെ കോപമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏത് ദൈവത്തെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നോ ആ ദൈവത്തിൽ നിന്ന് എപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ആകുന്നോ, തെന്നി മാറുന്നോ, അപ്പോൾ ആ ദൈവം നമ്മളുടെ നേരെ കോപിക്കും, ദേഷ്യപ്പെടും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ദൈവം സങ്കടപ്പെടുമെന്നാണ് പറയുന്നത്. രണ്ട് വികാരങ്ങളാണ് ഗോഡിൽ വരുന്നത്. ഫസ്റ്റ് വൺ സാഡ് ആണ് ആൻഡ് സെക്കൻഡ് വൺ ആങ്കർ ആണ്. എന്തുകൊണ്ട് ദൈവം സങ്കടപ്പെടുന്നു? കാരണം നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾ, ദൈവത്തിൻ്റെ മക്കളാണെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ കൈവിട്ട് പോകുമ്പോൾ നമ്മുടെ പാരൻസ് എങ്ങനെ വിഷമിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിഷമിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈശ്വരനെ എപ്പോൾ നിന്ദിക്കുന്നു, ആ ഈശ്വരനിൽ നിന്നും സ്പ്ലിറ്റായി വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോകുന്നു, അപ്പോൾ തന്നെ ആ ദൈവം ദുഃഖിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. എന്നാൽ ദൈവം ഉടനെ തന്നെ കോപിഷ്ഠനാവുകയും ദേഷ്യപ്പെടുകയും നമ്മൾക്കെതിരെ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കും എന്നുള്ളതാണ്. അതായത് പിന്നീട് നമ്മൾ തൊടുന്നതെല്ലാം തന്നെ റോങ്ങായി പോകും, ഒന്നും നടക്കില്ല, മനസ്സിനൊരു സമാധാനം നഷ്ടപ്പെടും, ജീവിതം തന്നെ വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ എപ്പോഴും ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ നിന്ന് സ്പ്ലിറ്റാകാൻ പോകുന്നു, ദൈവത്തിൻ്റെ സങ്കടവും ദേഷ്യവും നിങ്ങൾക്ക് നേരെ വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ദൈവത്തിന് മുമ്പിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്.